ഇത് വന്യജീവിയെ കണ്ടിട്ടുണ്ടത്. അത് മാക്സിമം നമ്മൾ നോക്കി പോവാം. ഒരു പാമ്പിന്റെ പറ്റിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പോയിട്ട് കണ്ട ആ നിങ്ങൾക്ക് ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിന്റെ താഴെ നമ്മുടെ ഓഫീസ്. ആന വന്നപ്പോൾ പിടിച്ചിട്ട് അതൊക്കെ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നുള്ളത് കൊല്ലം ജില്ലയിലെ തെന്മലയിലുള്ള ശെന്തുർണി വന്യജീവി സങ്കേതത്തിന് മുന്നിലാണ്. ശെന്തുർണി വനത്തിനുള്ളിലെ ട്രെക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ട്രെക്കിംഗ് പോയിന്റ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞങ്ങളിവിടെ വന്ന് ഓഫീസിലെത്തി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ ആ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇനി ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് നമ്മൾ ട്രെക്കിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. അവിടുന്ന് ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മുന്നിൽ നിന്ന് 1/2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് ട്രെക്കിംഗ് പോയിന്റിലേക്ക്. ഞങ്ങളങ്ങനെ ട്രെക്കിംഗ് പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളോടൊപ്പം ഇന്ന് വരുന്ന ഗൈഡ്, രമേശ് എന്നാണ് പേര്. രമേശ് ഭായ് ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായി ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഗൈഡായി പോകാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പം ശെന്തുർണി വന്യജീവി സങ്കേതത്തിനകത്ത് ഒരു ചെറിയ ട്രെക്കിംഗ് പോയിന്റ് 3 മണിക്കൂർ ട്രെക്കിംഗ് പോയിന്റിലേക്ക് പോകാൻ പോവാം. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന മാക്സിമം നമ്മൾ എല്ലാം ഒരുമിച്ച് നിൽക്കണം. കാട്ടിലകത്ത് പോകുമ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതെ നമ്മുടെ കൂടെ വരണം. എന്നാലും നമുക്ക് എന്തെങ്കിലും ഇപ്പം ഇവിടെ മാക്സിമം ഒരു അനിമൽസ് സൈറ്റിംഗ് ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് ഈ മേലിൽ കയറുമ്പോൾ. അപ്പം നിങ്ങൾ ഒരുമിച്ച് വന്നാലേ നമുക്ക് എന്തെങ്കിലും കാണാം. പിന്നെ ഒച്ചപ്പാട് വയ്ക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് കയ്യിലൊന്നും കളയാൻ പാടില്ല. മാക്സിമം ഷൂ കംപ്ലീറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നുവെച്ചാൽ ഇതിന് ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഷൂ കംപ്ലീറ്റ് ഇടാൻ നമുക്ക് ആവശ്യമുണ്ട്. ഷൂ ഇടണം. പിന്നെ നമുക്ക് അനിമൽ സൈറ്റ് കൊണ്ട് നല്ല വ്യൂ പോയിന്റ് 2 ഉണ്ട്. മേലിൽ പോവാണെങ്കിൽ ഡാമിന്റെ ഏരിയ മൊത്തം നമുക്ക് കാണാം. പിന്നെ നല്ല ശുദ്ധവായു കിട്ടും. നമ്മുടെ കാട്ടിനകത്ത് അങ്ങനെയുള്ള എല്ലാ കാട്ടിലും ഉണ്ട്, പക്ഷെ നമ്മുടെ കാട്ടിലും ശുദ്ധവായു ഉണ്ട്. ഇങ്ങനെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നവർ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് മാക്സിമം നല്ല കാറ്റ് കിട്ടണം, നല്ല ശുദ്ധവായു കിട്ടണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് പഠിക്കാനുണ്ട്, മരങ്ങളും കാര്യങ്ങളുണ്ട്, ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം പറഞ്ഞു തരാം. ഞങ്ങളങ്ങനെ ട്രെക്കിംഗ് തുടങ്ങി. ഏകദേശം ഒരു 200 മീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട്. കുരങ്ങന്മാരുടെ ശബ്ദമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം ഇത് വന്യജീവിയെ കണ്ടിട്ടുണ്ടത്. അത് മാക്സിമം നമ്മൾ നോക്കി പോവാം. ട്രെക്കിംഗ് തുടങ്ങി കുറച്ച് മുകളിലെത്തിയപ്പോഴേക്ക് തന്നെ കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അത് ഞങ്ങളെ കണ്ടിട്ടാണോ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ടാണോ എന്ന് അറിയാൻ വയ്യ. അതുപോലെ തന്നെ മഴയായതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുക. കാട്ടുപോത്താൻ നമുക്കിങ്ങനെ പോവാം, അതിന് ശല്യം ചെയ്യണ്ട. ശബ്ദം കേട്ടോന്നെ ആള് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് മൊട്ടൽ പറയുന്ന ഒരു മരമാണ്, എവർഗ്രീനാ. ഇവിടെ നല്ല കൂളിംഗ് ആയി മരം വരുമ്പോൾ, ഈ ഭാഗത്ത് വരുമ്പോൾ. ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി സംഘടിപ്പിക്കുന്ന നിരവധി ട്രെക്കിംഗ് പ്രോഗ്രാമുകളുണ്ട്. അതിലൊന്നായ ഏണിപ്പാറ ട്രെക്കിംഗ് ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിലൊരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ്. മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കട്ടളപ്പാറ, ഇടിമുഴങ്ങാമ്പാറ, അങ്ങനെ നിരവധി ട്രെക്കിങ്ങുകളുണ്ട്, സ്റ്റേ പ്രോഗ്രാമുകളുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശെന്തുർണിയിൽ ഏകദേശം മുകളിലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്നൊരു വ്യൂ പോയിന്റാണ്. നമുക്ക് ഇതിപ്പം ഈ ഒരു പോയിന്റ് മാത്രമല്ല, വ്യൂ പോയിന്റ് മുകളിലും ഉണ്ട്. അവിടെ പോവാണെങ്കിൽ ഈ ഏരിയ മൊത്തം നമുക്ക് കാണാം. ഡാമും ഡാമിന്റെ ചുറ്റുപാടുള്ള ഏരിയ എല്ലാം കാണാം. ഈ ഭാഗങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആനച്ചാടി, മാമ്പഴത്തറ ഭാഗങ്ങളൊക്കെയാണ്. നമ്മൾ ആനച്ചാടി, മാമ്പഴത്തറയൊക്കെ നമ്മൾ നേരത്തെ മറുവശത്താണ്. ആനച്ചാടി, മാമ്പഴത്തറയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു മരവും ചന്ദനത്തിന്റെ പാറയുടെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് വണ്ണം വയ്ക്കാത്തത്. ഇരിക്കുന്ന എല്ലാം പാറയല്ലേ, അവിടെയല്ല എന്താ വണ്ണാക്കുന്നത്. ഇതിന് വലുത് കാണൂല്ലോ അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ചന്ദ്രനം വെച്ചാൽ ആര്യങ്കാവിലേ ഉള്ളൂ ചന്ദനം. ഈ കാണുന്നത് പുല്ലാഞ്ചി, വെള്ളം ശേഖരിക്കുന്ന ഒരു വല്യ പുല്ലാഞ്ചി.
സംഭവം ഇത് വെട്ടിയപ്പോൾ വെള്ളം ശരിക്കും കാണും. വെട്ടും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ ഇത് നശിപ്പിക്കാൻ പാടില്ല. ഇത് നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമാകുന്ന സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യാവും. വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ടൈമിംഗ് ആയിരിക്കണം. ഇവിടെ കട്ട് ചെയ്തിട്ട് ആ സെക്കൻഡ് തന്നെ മാറി ഇങ്ങോട്ടും കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ മാത്രം കട്ട് ചെയ്യുവാണെങ്കിൽ ഈ വെള്ളം വൺ സൈഡ് കയറി പോകും, ഇവിടെയും പോവും ഇങ്ങോട്ടും പോവും. ഇത് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഡ്രൈ തൊണ്ട വെള്ളം ചെറുതായിട്ട് നനയ്ക്കാൻ മാത്രം ഇതിനകത്ത് കിട്ടും. പുല്ലാഞ്ചി ഒരു ഏരിയ ഇത് പത്തിപ്പാറ. അവിടെ പോകുന്നെങ്കിൽ നല്ല ഒരു പാമ്പിന്റെ പത്തിപ്പാറ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പത്തിപ്പാറ. പത്തിപ്പാറയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പാമ്പിന്റെ പത്തി പോലാണ് നിൽക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നമുക്ക് നേരിട്ട് കറക്റ്റ് ആയിട്ട് അത് അറിയാൻ പറ്റും. പാമ്പിന്റെ പത്തി പോലാണ് ആ പാറയുടെ എൻഡ് നിൽക്കുന്നത്. പാമ്പിന്റെ പത്തി നിൽക്കുന്ന ഫ്രണ്ടിലോട്ട് സൈഡിലോട്ട് ഇറങ്ങി എടുക്കാൻ പറ്റില്ല നമുക്ക്. കറക്റ്റ് പാമ്പിന്റെ പത്തി വിടർത്തി നിൽക്കുന്നതുപോലാണ് ഇതിന്റെ ഷേപ്പ്. പത്തിപ്പാറ കഴിഞ്ഞ് ഇനി അടുത്ത പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ട്രക്കിംഗ് ഇപ്പോൾ 1 മണിക്കൂറായി. ഇത് ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ കാഷ്ടങ്ങളാണ് കേട്ടോ. ഏകദേശം ട്രക്കിംഗ് തുടങ്ങിയ പോയിന്റ് കണ്ട ആ നീളക്കളർ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിന്റെ താഴെ നമ്മുടെ ഓഫീസ്. അവിടെ ട്രക്കിംഗ് തുടങ്ങി ഈ ഏരിയ എല്ലാം കവർ ചെയ്ത് 1 മണിക്കൂറിൽ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുക. ഇത് ഡാമിന്റെ വ്യൂ പോയിന്റ്. ഇവിടെ വന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നല്ലൊരു പോയിന്റാണ്, നല്ല സൂപ്പർ വ്യൂ. അത് നമുക്ക് അങ്ങ് നല്ല ദൂരം വരെ കാണാൻ പറ്റും. അങ്ങ് ദൂരെ കൊഴുത്തുപുഴയുടെ ജംഗ്ഷൻ ആ കാണുന്നത്. അങ്ങ് ദൂരെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ അങ്ങ് ലാസ്റ്റ് വെള്ള വൈറ്റ് കണ്ടോ, പുനലൂർ ജപ്പാൻ കുടിവെള്ള പദ്ധതി ആ ഒരു ഏരിയ. അത് പിന്നെ ഇത് നമ്മുടെ ഏരിയ അല്ല, അത് ഉരുവന്നൻ പാണ്ഡവൻ പറയാം. ഈ ഡാം എന്ന് പറയുമ്പോൾ 3 ആറ് ചേർന്നതാ നമ്മുടെ ഈ ഡാമിന്റെ വെള്ളം. പറപ്പാറ ഡാം. ഇത് അവിടെ കൊളുത്തുപുഴന്ന് വരുന്ന ആറ് വരുന്നുണ്ട്, അരിങ്കാവ് പാലരി വരുന്നതുണ്ട്, പിന്നെ നമ്മുടെ ഉമയാർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അവിടെ ഈ 3 ആറും ചേർന്ന പരപ്പാറ ഡാം വരുന്നത്. ഡാമിന്റെ വെള്ളം പുറത്ത് വരുമ്പോഴാണ് കല്ലട ആറട്ടോട്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ് പതിവ് ഈ ട്രക്കിങ്ങിനകത്തേക്ക്? മൃഗങ്ങളെ കണ്ടാൽ നമ്മൾ മാക്സിമം അതിൻ്റെ അടുത്ത് പോകത്തില്ല. പിന്നെ ഒച്ചപ്പാട് വയ്ക്കാൻ പാടില്ല. കാട്ടിലുള്ള മൃഗങ്ങളല്ലേ, നമ്മൾ അല്ലാതെ ഇതിനെ കൊണ്ട് ഒച്ചപ്പാട് വെച്ചാൽ അതിനെ പെട്ടെന്ന് പേടിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിന് ഉണ്ടെങ്കിലും ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കതേ ഉള്ളൂ. അതിനടുത്ത് പോയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മൾ മാറുക, കുറച്ച് മാറി നിന്നാൽ മതി. അത് അതിൻ്റെ പാട്ടിൽ നിങ്ങൾ പൊക്കോളൂ. മഴ കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണൊക്കെ നനഞ്ഞ കിടക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നടന്നു പോകേണ്ടത്. ഈ കുത്തനെയുള്ള കയറ്റങ്ങളും അതുപോലുള്ള ഇറക്കങ്ങളുമാണ് ട്രക്കിങ്ങിനിടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട്. വാ മാറി പോവല്ലേ, ഒരുമിച്ച് പോകണം കേട്ടോ. ഏണിപ്പാറ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉൾവനത്തിലൂടെയുള്ള 3 മണിക്കൂർ നീളുന്ന ട്രക്കിംഗ് പ്രോഗ്രാമാണ്. 6 കിലോമീറ്ററാണ് വനത്തിലൂടെയുള്ള യാത്ര വരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് ആനിമൽസിൻ്റെ ഒക്കെ പ്രസൻസ് ഉള്ള മേഖലകളാണ്. അതൊക്കെ കൊണ്ട് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ഈ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഈ കയറി വരുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് തിങ്ങിയ വനമായതുകൊണ്ട് ആനിമൽസിനെ കാണാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ ഏരിയയിൽ ഇങ്ങനത്തെ ഏരിയയിൽ വരുമ്പോഴേക്ക് ആനിമൽസിൻ്റെ സൈറ്റിംഗ് പെട്ടെന്ന് കിട്ടും നമുക്ക്. കരടി എങ്ങനെയാണ്?
മറ്റുള്ള മൃഗങ്ങളെ പോലെയാണോ? ഭയങ്കര ഒരു വയലൻ്റ് സ്വഭാവമുള്ളവരാണ് അവരൊക്കെ. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള ആൾക്കാരാണ്. ട്രക്കിങ്ങിന് ഇടയ്ക്ക് കരടിയൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്, ഇച്ചിരി ദൂരത്തിലാണ് കണ്ടത്. നമ്മൾ ട്രക്ക് പാത്ത് ഇങ്ങനെ പോകുമ്പം ഇത്തിരി ദൂരെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടവന്നെ നമ്മളവിടെ നിന്ന് അത് പിന്നെ അങ്ങോട്ട് മാറി പോയിട്ട് ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിലേക്ക് പോയത്, ട്രക്കിംഗ് പോയിന്റിലേക്ക്. അത് നമ്മളിനി ഇറങ്ങില്ലേ? ഇല്ല ഇല്ല, ഇപ്പം ആ കാണാം, അങ്ങോട്ട് ദൂരെ കാണുന്നതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ആദ്യം നമ്മൾ മേലിൽ പോയതല്ലേ, അതാ ഹൈറ്റ് പാറ, ഏണിപ്പാറ എന്ന് പറയുന്ന പാറയുടെ വ്യൂ പോയിന്റ് ആണ് മേലിൽ കണ്ടത്. പിന്നെ ഇനിയിപ്പം എല്ലാം സാധാ ട്രക്കിംഗ് ആണ്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ കാട്ടിനകത്ത് തന്നെ നടക്കുക, വലിയ കയറ്റമില്ല, വലിയ ഇറക്കമില്ല. 172 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ശെന്തുർണി വനത്തിന്. റോസ്മലയും പാലരുവയൊക്കെ ശെന്തുർണി വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഏരിയയിലേക്കാണ്. നെയ്ശ്വാസ് കൊള്ളാം കേട്ടോ. തിരുവനന്തപുരം ചെങ്കോട്ട മെയിൻ റോഡാണ്. 60 കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള റോഡ്. അന്ന് ഡാമും ഇല്ല, അന്ന് കള്ളട ആറും ഇത് പരപ്പാറ് ഡാം ആറ് മാത്രമേ ഉള്ളൂ. ഇതിലേ കൂടെ ചെങ്കോട്ട തിരുവനന്തപുരം റോഡ് നമുക്ക് 2012 ഇവിടെ വെള്ളം പറ്റിയപ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് ഏരിയ ആ റോഡ് എല്ലാം കാണാൻ പറ്റിയായിരുന്നു. നമ്മുടെ ഓഫീസിൽ വരുവാണെങ്കിൽ അവിടെ കണ്ണാടി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് ആ ബംഗ്ലാവ് വരുന്നത്. പണ്ട് ഇവിടെ കരുമ്പ് കൃഷിയും മരച്ചീനിയൊക്കെ കൃഷികളായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ലോഡിങ്ങിനുള്ള ചേട്ടന്മാരൊക്കെ അവിടെ പാച്ചലായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഈ 56 വയസ്സിൻ്റെ പ്രായത്തിൻ്റെ അവർ ഇത് വന്നപ്പം അവർ മാറിപ്പോയി. അവരെ പറഞ്ഞു വിട്ടു ഇവിടുന്ന്. അവരൊക്കെ പറഞ്ഞ് നമുക്ക് അറിവുണ്ട്. പിന്നെ നമ്മൾ ഈ 2012 ഈ വെള്ളം കുറഞ്ഞപ്പോൾ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുമായിരുന്നു. ആ റോഡും അവിടെ എല്ലാം കാണാം നമുക്ക്. കുറച്ച് അവിടെയൊക്കെ സ്റ്റേ ചെയ്ത പണ്ടുള്ള വീടിൻ്റെ ആ ഫൗണ്ടേഷനൊക്കെ ഉണ്ട് ആ വെള്ളത്തിൻ്റെ അടിയിലും. ആ കരയിലൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. മേൽഭാഗം എല്ലാം കാണാം നമുക്ക് അങ്ങ് പോയാൽ. സൗണ്ട് കേട്ടോ ഒരുമാതിരി ഇങ്ങനെ അടിച്ചു കയറ്റി അവിടെ. ട്രക്കിംഗ് പാത്തിലാണ് കരടി മണ്ണ് മാന്തി ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ യാത്ര കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി അത് കണ്ടപ്പോഴേക്ക്. കാരണം ഇനിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ആനിമൽസിന് സൈറ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഏരിയ ഇതാ ഇങ്ങോട്ടുള്ളത്. കാണുമെന്നെങ്കിൽ ഈ ഭാഗത്ത് കാണും. ഈ ഏരിയയിൽ എന്നപ്പോഴല്ലേ ശബ്ദങ്ങളൊക്കെ മാറിയിരുന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ നോക്കി പോവാം. ഒരുമിച്ച് ചേർന്നു കേട്ടോ നിങ്ങളെല്ലാവരും. ആന വന്നപ്പോൾ പിടിച്ചിട്ട് അതൊക്കെ ആനയുടെ ആന മരങ്ങളുടെ ചെറിയ ശിഖരങ്ങളൊക്കെ ഒടിച്ചിട്ടിരിക്കുന്നതാ കണ്ടത്. ഈ ഭാഗത്തൊക്കെ ആനകൾ നിരവധി വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. 1-2 അല്ല, അതിലധികം ആനകളുണ്ടാവും. ഈ ട്രെക്കിംഗ് പാത്തിൽ തന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വന്ന് നിൽക്കാറുള്ള സ്ഥലങ്ങളാണ്. ആന മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. ഇവർ ട്രെക്കിങ്ങിനിടയ്ക്ക് കടുവയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഡാമിൻ്റെ ഭാഗത്ത് കടുവയെ കണ്ടിട്ടുണ്ട്. അല്ലാതെ പുലി, കരടി, എല്ലാ മൃഗങ്ങളും ഉണ്ടാവും ഈ പോകുന്ന വഴിക്കൊക്കെ. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലെക്കാണ്. നമ്മളെ കാലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴേക്ക് പല മൃഗങ്ങളും മാറാറാണ് പതിവ്. ചിലത് മാത്രമേ ഉള്ളൂ മാറാതെ അവിടെ തന്നെ നിൽക്കുന്നത്. നമ്മൾ അവിടെ പോകുന്നത് ഇത് ആ കാണുന്നത് അരിങ്കാവ് പലരിൽ നിന്ന് വരുന്ന വെള്ളമോ. ആ ഒരു ഏരിയയിലേക്ക് പോ, അടിപൊളിയാ.
നോക്കി പറഞ്ഞേ സൈഡ് സൈസ് നേരത്തെ കണ്ടതിൻ്റെ കായാമ്പൂ അല്ലേ? കായാൻ പോവല്ലേ? ഞങ്ങൾ ഏകദേശം 3 കിലോമീറ്ററോളം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത നടക്കാൻ തുടങ്ങാൻ. ഇതൊക്കെ മുകളിൽ കയറി വരുമ്പോഴേക്ക് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ, എന്താ അടിപൊളിയാണെന്ന് നോക്കേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെക്കിംഗ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അല്ലാതെ നമുക്കിത് ഈ വനത്തിലേക്ക് കയറാനുള്ള അനുവാദമില്ല. വീണ്ടും അവിടെ നിന്നും റെസ്റ്റ് എടുത്ത് വീണ്ടും നടക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ. വനത്തിനുള്ളിൽ രാജവെമ്പാലയും ചട്ടിത്തലേനും കുഴിമണ്ഡലി എന്നൊക്കെ പറയുന്ന നിരവധി പാമ്പുകളെ കാണാറുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും ഈ പരിസരത്തു നിന്നൊക്കെ പിടിക്കുന്ന പാമ്പുകളെയും കൊണ്ട് അഴിച്ചുവിടുന്നത് ശെന്തുർണി വനത്തിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ നിരവധി പാമ്പുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ആദ്യമേ പറയുന്നത് ട്രെക്കിങ്ങിന് വരുമ്പോഴേക്ക് നിർബന്ധമായിട്ടും ഷൂ ധരിച്ചിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പാമ്പുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിൻ്റെ സൈറ്റിംഗ് പ്രതീക്ഷിച്ച് മാത്രം ട്രെക്കിങ്ങിന് വരാതിരിക്കുക. മൃഗങ്ങളെ കാണുക എന്നുള്ളത് ഒരു ലക്കാണ്. ഈ വനത്തിലൂടെയുള്ള യാത്രയും പ്രകൃതിയൊക്കെ കണ്ടൊരു യാത്ര പ്രതീക്ഷിച്ച് മാത്രം വന്നാൽ മതിയാവും. മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഒരു ബോണസായിട്ട് കരുതുക. ഞങ്ങൾ ഈ കയറി വരുന്ന ഭാഗത്തും ആനകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, വരുന്ന വഴിക്കൊക്കെ. മനുഷ്യ സഞ്ചാരം തീരെ കുറവാണ് ഈ വഴിക്കൊക്കെ. ഈ ട്രെക്കിങ്ങിന് വരുന്നവർ മാത്രമേ ഉള്ളൂ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ തീരെ മനുഷ്യ സഞ്ചാരം കുറവുള്ള മേഖലയാണ്. ഇങ്ങോട്ട് 2-3 മരം ഉണ്ട് അവിടെ. അതെ ഇതിൽ കാവടിക്കാണെങ്കിൽ അടിക്കൊണ്ട് പോവാം. പുല്ലാഞ്ചി വണ്ടി അത് പുല്ലാഞ്ചി സൂപ്പർ. ചേട്ടൻ ആ ഒച്ചപ്പാട് കേട്ടാലേ അമ്മമാരെ കടന്ന് നടക്കുന്നത്. അതായിരിക്കും കാട്ടുവഴിയൊക്കെ. ഇങ്ങോട്ടാ പോയിരിക്കുന്നത്. അങ്ങോട്ടാ കയറി പോയിരിക്കുന്നു. കാൽപ്പാടങ്ങൾ ഇപ്പൊ കയറി പോയതേ ഉള്ളൂ. നമ്മളവിടെ ഇരുന്ന് സംസാരിച്ചില്ലേ, സൗണ്ട് കേട്ടിട്ട് ഓടിയതാ. നോക്കി വാങ്ങിച്ചേ. കുന്തിരിക്കം ലൈറ്റർ ഉണ്ടാ കടയില്? എല്ലാരും വലിക്കാറില്ല അല്ലേ? എന്നാ എൻ്റെ കയ്യിൽ പറഞ്ഞോണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ ജസ്റ്റ് കൊതുവിന്റെ കളി. നോക്കണേ. എന്റെ പൊന്നാളിയാ, കിടിലം മണാളിയാ. അത് ഈ എടുത്തോ. ഓ എന്റെ ആളി കിടിലം മണം. ഒറിജിനൽ സ്ഥലം കേട്ടോ. മണം കണ്ട സ്മെല്ല് നോക്ക്, നല്ല മണം. മനസ്സിലായി കത്തുന്നില്ലേ? ഇത് കറുപ്പ് കുന്തിരിക്കാം. കറുത്തതാ. ഈ ഭാഗമാണ്. ആ ഈ ഭാഗം കറയാണ് കുന്തിരിക്ക യൂസ് ചെയ്യുന്നത്. കുന്തിരിക്ക എന്ന് പറയുന്നത് പൈൻ മരം. ഇതിന് കര വരുന്നതാ കുന്തിരിക്കമായിട്ട്. പക്ഷെ നമ്മുടെ കാട്ടിനകത്ത് കുന്തിരിക്കം മരുന്നൊന്നും എടുക്കാൻ അലോഡ് അല്ല. ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയതുകൊണ്ട് ഇതിനകത്ത് അലോഡ് അല്ല.
ട്രെക്കിംഗ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞങ്ങൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് പോകുന്ന ഈ വഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ഏരിയകളാണ്. കണ്ടില്ലേ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ വേണം ഇനി താഴോട്ട് ഇറങ്ങാൻ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം മൃഗങ്ങളെയൊന്നും കണ്ടില്ലെങ്കിലും അവരുടെ ആ പ്രസൻസിൽ ഉള്ള യാത്ര എന്ന് പറയുമ്പോഴേക്കും മനസ്സിലൊരു ചെറിയൊരു പേടിയും അതുപോലെ തന്നെ ഒരു ഭയത്തെക്കാൾ കൂടുതൽ ആകാംക്ഷയാണ്. ആ ആകാംക്ഷയോടൊക്കെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്ര തന്നെയാണ്. ഇത് പ്രായമുള്ളവരൊക്കെ അന്ന് വരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് 1 മണിക്കൂറുള്ള സോഫ്റ്റ് ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജംഗിൾ സഫാരി ഉണ്ട്, കൊട്ടോഞ്ചി പ്രോഗ്രാം ഉണ്ട്. ഇതൊക്കെ ശെന്തൂർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി നടത്തുന്ന പ്രോഗ്രാമുകളാണ്. എല്ലാ പ്രോഗ്രാമും രാവിലെ 9 മണി മുതൽ സ്റ്റാർട്ട് ആവും. ഒരു 1 ഡേ ട്രിപ്പൊക്കെ വരിക എന്നുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ വനത്തിൽ കാടും വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം വരിക എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ട്രക്കിംഗ് ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. അത് പഴയ കിണർ. എടുത്തോ, വീഡിയോ എടുത്തോ. ഇത് പണ്ടത്തെ ഒരു കിണറാ. ഇത് നമ്മളിപ്പോൾ വെള്ളം എടുക്കുന്നില്ല അതിനകത്ത്. പക്ഷെ ആ ഒരു ഉദ്ദേശം പറയാം നിങ്ങൾക്ക്. ഈ ഇവിടെ കിണർ കണ്ടല്ലോ, ഈ ഒരു പോയിന്റ് കൊണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കുറെ കല്ലുകെട്ട് കാണാം. അതുകൊണ്ട് ആ ഭാഗത്ത് ഇതേ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇതേപോലെ ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മുടെ കാട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പെട്രോളിങ് പോകുമ്പോൾ ഞങ്ങൾ ഇട്ടുണ്ട് അവിടെ ഇച്ചിരി ഇതേപോലെ ഒരു ബിൽഡിംഗ് ആയിട്ടുണ്ട്. അതേ സെയിം ബിൽഡിംഗ് തന്നെ ഇതിലെടുക്കുകയാണെങ്കിൽ പാലരുവി പോകുമ്പം കാണാൻ പറ്റും. പാലരുവിയിൽ നമ്മൾ കുളിക്കാൻ പോകുമ്പം ഇടത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു അവശിഷ്ടം കാണാൻ പറ്റും. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അരുവിൽ. അപ്പം യോജിക്കാം, പണ്ട് ആൾക്കാർ ഇതിലെ കൂടെ കുതിര യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ട്രെക്കിങ്ങിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ ശെന്തൂർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, കട്ടളപ്പാറയിലേക്ക് അതുപോലെ നൈറ്റ് സ്റ്റേ ആയിട്ടുള്ള ഇടിമുഴങ്ങാമ്പാറ, ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രെക്കിങ്ങുകളാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ജംഗിൾ സഫാരി ഉണ്ട്, കൊട്ടോഞ്ചി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ തെന്മലയിലേക്കെല്ലാം ഒരു 1 ഡേ ട്രിപ്പ് വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശെന്തൂർണിയിൽ വരിക. ഒരുപാട് അഡ്വഞ്ചർ പ്രോഗ്രാംസുകളുണ്ട്, എല്ലാം ഒന്നിനൊന്നിന് മികച്ചതാണ്. ഞങ്ങൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാം. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതേപോലെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അതുപോലെ തന്നെ രമേശ് ഭായ് നല്ല സഹകരണമാണ്. നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. രമേശ് ഭായ് മാത്രമല്ല, ശെന്തൂർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം.